കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 11-ാം തിരുവചനം വ്യക്തമാക്കുന്നു. വീരയോദ്ധാവിനെ പോലെ കർത്താവ് എന്റെ പക്ഷത്തുണ്ട്, അതിനാൽ എന്റെ പീഡകർക്ക് കാലിടറും. അവർ എന്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അപമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജെറമ്യ പ്രവാചകന്റെ പരാതിയും സങ്കടത്തിനും ഒടുവിൽ പ്രവാചകൻ തന്റെ ദൈവത്തിന്റെ ശക്തിയും വലിപ്പവും കണ്ട് തന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പ്രവാചകൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ദിവസം മുഴുവനും പരിഹാസപാത്രമായിരിക്കുന്നു. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവിടുത്തെ പറ്റി ചിന്തിക്കുകയില്ല, അവിടുത്തെ നാമത്തിൽ മേലിൽ സംസാരിക്കുകയില്ല. പ്രവാചകൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി പ്രവാചകന്റെ അസ്ഥിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. അതുകൊണ്ട് പ്രവാചകൻ വിശ്വാസത്തിന്റെ കരുത്ത് എടുത്തുകൊണ്ട് പറഞ്ഞു, വീരയോദ്ധാവിനെ പോലെ കർത്താവ് എന്റെ പക്ഷത്തുണ്ട്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പതറിപ്പോകുമ്പോൾ, കർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടും മടുപ്പ് തോന്നുമ്പോൾ, ദൈവത്തോട് പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും നമ്മൾ നടത്താറുണ്ട്. നമ്മുടെ സങ്കടങ്ങളിൽ, പ്രാർത്ഥനകളിൽ ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ, മടുപ്പ് തോന്നുമ്പോൾ, നമ്മുടെ ഉള്ളിൽ നാം പ്രാർത്ഥിച്ച വിശ്വാസത്തിന്റെ അഗ്നി വെറും ചാരമായി കിടക്കുമ്പോഴും ദൈവം നമ്മെ സഹായിക്കാറുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനം വ്യക്തമാക്കുന്നു, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഇനി എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് വിചാരിക്കുന്ന സമയങ്ങളിൽ ഒരു വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിങ്ങളുടെ പക്ഷത്തുണ്ട്. വിശ്വസിക്കുക. മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും നിങ്ങളെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും തകർക്കുവാൻ ഒരു വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിന്റെ പക്ഷത്തുണ്ട്. വിശ്വസിക്കുക. വിശ്വാസത്തോടെയും വിശുദ്ധിയോടെയും ദൈവത്തെ സമീപിക്കുമ്പോൾ ആർക്കും തകർക്കുവാൻ കഴിയാത്ത കർത്താവിന്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. തിരുവചനം പ്രഖ്യാപിക്കുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. സ്നേഹമുള്ളവരെ, നമ്മെ കരുതുന്ന കർത്താവിന്റെ കരങ്ങൾ ഇനിയും കുറുകിപ്പോയിട്ടില്ല. നമ്മുടെ പ്രാർത്ഥനകൾ, വേവലാതികൾ കേൾക്കാതിരിക്കുവാൻ തക്കവിധം കർത്താവിന്റെ ചെവികൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. എല്ലാത്തിനും പരിഹാരം കർത്താവിന്റെ മുൻപിലുണ്ട്. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട്. വിശ്വാസത്തോടെ കർത്താവിന്റെ അടുക്കൽ നമുക്ക് ചെല്ലാം. കർത്താവ് സകലത്തിനും മതിയായ ദൈവം നമ്മെ അനുഗ്രഹിക്കും. പരിഹാരമുണ്ട് പരദേശിയെ നിന്റെ പ്രശ്നങ്ങൾക്ക്. പരിഹാരമുണ്ട് പരദേശിയെ നിന്റെ പ്രശ്നങ്ങൾക്ക്. ഉത്തരമുണ്ട് വിശ്വാസിയെ നിന്റെ പ്രാർത്ഥനയ്ക്ക്.
കർത്താവേ, ഞങ്ങൾ അങ്ങ് വിശ്വസിക്കുന്നു. ഉത്തരമുണ്ട് വിശ്വാസിയെ നിന്റെ പ്രാർത്ഥനയ്ക്ക്. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. യേശുവേ, കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. കർത്താവ് പറയുന്നു, എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും. തളർന്നു പോകാതെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം. അവിടുന്ന് നിറച്ച് നമ്മുടെ അനുഗ്രഹങ്ങളെ നൽകുന്ന ഒരു വലിയ കർത്താവാണ്. പുതിയ കൃപകളാൽ നമ്മളെ നിറച്ച് അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പതറിടല്ലേ യേശുവേ, തളർന്നിടല്ലേ, നിറച്ചിടും അവൻ പുതു കൃപകളാലേ. പതറിടല്ലേ, തളർന്നിടല്ലേ, നിറച്ചിടും അവൻ പുതു കൃപകളാലേ. ഇന്നേ വരെ കാണാത്തതാം വൻ കാര്യം കാണിച്ചിടും. ഇന്നേ വരെ കാണാത്തതാം വൻ കാര്യം കാണിച്ചിടും. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. സങ്കീർത്തകൻ പറയുന്നു, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. സ്നേഹമുള്ളവരെ, നാം ജീവിക്കുന്നത് കർത്താവിൻ്റെ വലിയ കൃപയാലാണ്. ഇന്നു നീ കാണും പർവ്വതങ്ങൾ എന്നും നീ കാണുകയില്ല. ഇന്നു നീ കാണും പർവ്വതങ്ങൾ എന്നും നീ കാണുകയില്ല. സമഭൂമിയാകും അതു വേഗത്തിൽ കൃപയാൽ തന്നെ. സമഭൂമിയാകും അതു വേഗത്തിൽ കൃപയാൽ തന്നെ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. ഇന്നേ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലർക്കും കർത്താവിൻ്റെ സംരക്ഷണവും സമാധാനവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.